കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ തുടരവേ നിർണായക കൂടിക്കാഴ്ചകളുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ, AK ആന്റണി, രമേശ് ചെന്നിത്തല എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കെ മുരളീധരനുമായും കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാനുള്ള നീക്കമാണ് ഇതെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. KPCC അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നതിന് പിന്നാലെയാണ് കെ സുധാകരന്റെ നീക്കം. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു കെ സുധാകരൻ കെ മുരളീധരൻ കൂടിക്കാഴ്ച. കെ മുരളീധരന്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നേരിട്ടെത്തിയായിരുന്നു ചർച്ച. പുനഃസംഘടനാ വിഷയങ്ങളൊന്നും ചർച്ചയായില്ല എന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം. കെ കരുണാകരൻ ഫൗണ്ടേഷന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ അവലോകനം ചെയ്യാനും അതിന്റെ വർക്ക് പെട്ടെന്ന് തുടങ്ങാനുള്ള സംവിധാനങ്ങളെയും കുറിച്ച് ആലോചിക്കാനാണ് വന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് തൃശ്ശൂരിന്റെ വിഷയം കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം തുടരണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യത്തിൽ പിന്തുണ ഉറപ്പാക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെയും AK ആന്റണിയെയും വസതികളിലെത്തി കെ സുധാകരൻ സന്ദർശിച്ചിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ പിന്തുണ ഉറപ്പിക്കാനാണ് കെ സുധാകരന്റെ നീക്കം എന്നാണ് സൂചന. പുനഃസംഘടനാ ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കെ സുധാകരനെ പിന്തുണച്ച് പരസ്യമായി രംഗത്തെത്തിയിരുന്നു. പ്രധാനപ്പെട്ട 3 നേതാക്കളെയും നേരിൽ കണ്ട കെ സുധാകരൻ തിരുവനന്തപുരത്തുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശനെ സന്ദർശിച്ചതുമില്ല. 24 തിരുവനന്തപുരം.